നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന മൈക്രോബയോളജിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈയിലാണ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 29/7/2024 മൺഡേ ആണ് എക്സാം നടക്കുന്നത്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 22/4/2024 മുതൽ 11/5/2024 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 15/7/2024 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂറാണ്. 8244 പേര് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് നോക്കാം. 10 മോഡ്യൂളുകളായിട്ടാണ് എക്സാമിൻ്റെ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ മോഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് മൈക്രോബയോളജി എന്നുള്ളത്. അതിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് മോഡ്യൂളാണ് കൾച്ചർ മെത്തേഡ് സ്ട്രെയിനിങ് മൈക്രോസ്കോപ്പി. അപ്പം ഇതിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. തേർഡ് മോഡ്യൂളാണ് ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം. ബാക്ടീരിയയുടെ നേച്ചറും ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ മെറ്റബോളിസം ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഫോർത്ത് മോഡ്യൂളാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇമ്മ്യൂണോളജിയിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഫിഫ്ത്ത് മോഡ്യൂളാണ് മൈക്രോബിയൽ ജെനറ്റിക്സ്. മൈക്രോബിയൽ ജെനറ്റിക് ട്രാൻസ്പോസോൺസ്, പ്ലാസ്മിഡ്, DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അങ്ങനെ ജനറ്റിക് ബേസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററാണിത്. ഇതിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. സിക്സ്ത് മോഡ്യൂളാണ് ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മോളിക്കുലർ ബയോളജി ടെക്നിക്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ടെക്നിക്കുകളാണ്. മൈക്രോബയോളജി ഫീൽഡിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക. പിന്നെ സെവൻത്ത് മോഡ്യൂള് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫെർമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് ഓരോന്നിൻ്റെയും പ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. എയ്ത്ത് മോഡ്യൂളാണ് ഫുഡ് മൈക്രോബയോളജി. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോബയോളജി പോർഷൻസ് ആണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്ന് വരും. പിന്നെയുള്ളതാണ് മെഡിക്കൽ മൈക്രോബയോളജി. അതിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മൈക്രോബയോളജി ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ളത്. നമുക്കറിയാം വാട്ടറിൽ നിന്നും എയറിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 10ാമത്തെ ചാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അഗാരിക്കസ് മലയാളം മൈക്രോബയോളജിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാസ്റ്റ് 3rd ബാച്ച് മെയ് 6 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഫുൾ പോർഷൻ കവർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ ചാപ്റ്ററും കഴിയുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 4 മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 2000 പേയ്മെൻറ്റിലാണ് ഈ കോഴ്സ് നടത്തുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.